വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു തരട്ടെ. കുറച്ച് ദിവസം മുമ്പ് വരെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയായിരുന്നു. മഴ തുടങ്ങിയത് മുതൽ ഈ സ്ഥലത്ത് മുഴുവൻ കാട് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ശ്രദ്ധയും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മനഃപൂർവ്വം ശ്രദ്ധിച്ചില്ല എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ഒരാഴ്ച നിർത്താതെയുള്ള മഴയായിരുന്നു കേട്ടോ. അപ്പോൾ പായലൊക്കെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ സമയത്താണെങ്കിൽ മൊത്തത്തിൽ കാട് പിടിച്ചു. ഇപ്പോൾ 2 ദിവസമായിട്ട് രാവിലെ കുറച്ച് നേരം മഴ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്താക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കുറേ അധികം ചെടികളൊക്കെ ഇതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചൊക്കെ വെള്ളം കയറി നശിച്ചു പോയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. പിന്നെന്താ നമ്മുടെ 10 മണികൾ ഫുള്ള് കള പിടിച്ച് കാടായി കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ എവിടെയായിട്ട് പല കളറിൽ ചെറിയ പൂക്കളൊക്കെ കാണാനുണ്ട്. ഇത് മുഴുവൻ സിൻഡ്രല്ലയാണ് കേട്ടോ. ഇപ്പോഴും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് 10 മണിക്ക് വേണ്ടിയിട്ട് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. ചെടികൾ ഒരുപാടുണ്ടെങ്കിലും ഏതൊക്കെ കളേഴ്സാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റണില്ല. ഇപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ഏതെങ്കിലും കളേഴ്സ് മിസ്സായി പോയാലും എല്ലാം ഒരുപോലുള്ള കളേഴ്സൊക്കെ ആയാൽ ആർക്കായാലും സങ്കടം വരും. പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ. അതുകൊണ്ടാണ് സെയിൽ ചെയ്യാത്തത്. ഇവിടെ വന്ന് ഒരുപാട് പേര് എടുത്തിട്ട് പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ഓൺലൈൻ വഴി സെയിൽ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കളേഴ്സ് അറിയണം, എത്ര കളേഴ്സ് ഉണ്ട് എങ്ങനെയാണെന്നൊക്കെ. പക്ഷെ അറിയുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് സെയിൽ ചെയ്യാത്തത്. മാത്രമല്ല അവിടെ എവിടെയായിട്ട് കുറച്ച് മുഞ്ഞക്കുട്ടന്മാരൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഞാനിപ്പോൾ സ്ഥലം മാറ്റുന്നത് കേട്ടോ. മുൻപൊരു ദിവസം മഴ മാറി നിന്ന സമയത്ത് ആ ഷെയ്ഡൊക്കെ ഞാൻ കുറേ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഭാഗത്ത് കുറച്ച് ചെടികൾ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. അത് നമ്മുടെ സിൻഡ്രല്ലയുടെ വെറൈറ്റി ചെടികളാണ്. അതിനകത്ത് കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പറിച്ച് കളയാൻ തോന്നണില്ല. പിന്നെ ഞാൻ കുറച്ച് പെസ്റ്റിസൈഡൊക്കെ കൊടുത്ത് അവിടെ അങ്ങ് നിർത്തി. ഇടയ്ക്കുള്ള കളകളൊക്കെ പറിച്ച് കളഞ്ഞതിന് ശേഷം ഉഷാറായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പം മഴയും കുറച്ച് മാറി നിൽക്കുകയാണല്ലോ, നല്ല വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ 10 മണികളൊക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇവരെയൊക്കെ മാറ്റിയിട്ട് ഒന്നേന്ന് നടും കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. പിന്നെ ഇത് നമ്മുടെ വെർബീന പ്ലാന്റ് കുറേ അങ്ങ് ഉണങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ അതിനകത്ത് പച്ചപ്പുള്ള തണ്ടുകളൊക്കെ ഞാൻ എടുത്തൊരു ചട്ടിയിലേക്ക് മാറ്റുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ കളറ്. മുൻപ് നമ്മൾ 10 മണി മാറ്റിയിട്ട് ഷെയ്ഡിൽ വെർബീന പ്ലാന്റ് വെച്ചിട്ട് വീഡിയോ ഇട്ടിരുന്നു. കുറേ വൈറലായിട്ടുണ്ടായിരുന്നു. ഒരുപാട് എൻക്വയറീസ് വന്നു. ഒത്തിരി സെയിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സെയിൽ വീഡിയോസ് ഒന്നും കുറച്ച് ദിവസമായിട്ട് വരുന്നില്ലല്ലോ എന്ന് നമ്മുടെ വാട്സപ്പിൽ കൂട്ടുകാരൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പ്ലാന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ വേര് പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ട് മാത്രമേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓടി ഞാൻ ഷെയ്ഡിലേക്ക് കയറിയതിന് ശേഷമാണ് ഫോൺ അവിടെ ഇരിക്കുന്ന കാര്യം ഓർത്തത് കേട്ടോ. പിന്നെ ഫോണും എടുത്തോണ്ട് ഓടി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.